വയനാട്ടിലെ വന്യജീവി ആക്രമണം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നിയമസഭയിൽ വന്യജീവി സംരക്ഷണമാണ് വകുപ്പിന്റെ ജോലി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, ടി സിദ്ദിഖ് MLA ആണ് ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസുമേലുള്ള ചർച്ച നടക്കുകയാണ്. ടി സിദ്ദിഖ് ആണ് ഇപ്പോൾ നിയമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് ആദ്യം മറുപടി നൽകിയ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് ഇത് പരിഗണന നൽകി ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഈ സഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇത് സഭ നിർത്തിവെച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത്. കാരണം അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിക്കുകയുണ്ടായി. നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് പ്രവർത്തിക്കുന്നത്. വന്യജീവി സംരക്ഷണമാണ് വകുപ്പിന്റെ ജോലി. ജനങ്ങളുടെ സംരക്ഷണവും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അക്കാര്യങ്ങൾ ദയവായി മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കിയത്. ആനയെ ട്രേസ് ചെയ്യുന്നതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടായി. ഒരു മുൻകരുതൽ എടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ പേരിൽ മറ്റൊരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. വനം വകുപ്പാണ് അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുന്നതിനും ആവർത്തിക്കാതിരിക്കുന്നതിനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതായത് കർണാടക, കേരള പ്രതിനിധികൾ, വൈൽഡ് ലൈഫ് വാർഡന്മാർ ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ 170 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ വയനാട്ടിലേക്ക് നിയോഗിക്കും. അവർ ശക്തമായ പെട്രോളിംഗ് നടത്തും. സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ വന അതിർത്തികളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പെട്രോളിംഗ് നടത്തും എന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുന്ന ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒപ്പം തന്നെ ഈ വനമന്ത്രിക്കെതിരെ നിശിതമായ വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തിനും ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വനമന്ത്രി വയനാട് സന്ദർശിക്കുന്നത് പോലും മാറ്റിവെച്ചിരുന്നു. മറ്റൊരു ദിവസം ജനങ്ങളുടെ വൈകാരിക നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പോകാമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതും വലിയ വിമർശനത്തിന് ഇടവരുത്തിനൊപ്പം കർണാടക സർക്കാർ വനമന്ത്രിയുടെ വാദഗതികളെ കർണാടക വനവകുപ്പ് തള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏത് തരത്തിലാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്? വനമന്ത്രി മറ്റും ഏത് തരത്തിലാണ് മറുപടി നൽകിയത്? KP പ്രതിപക്ഷത്തിൽ നിന്ന് ഇപ്പോൾ ടി സിദ്ദിഖ് സംസാരിക്കുന്നേ ഉള്ളൂ. ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും എന്ന കാര്യം സംശയമില്ല. പക്ഷേ ആദ്യം മറുപടി നൽകിയ വനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. കർണാടക സർക്കാരിനെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന ഒരു വാദമാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കൂടിയും കർണാടക സർക്കാരിനെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. കൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുന്ന ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ദൗത്യം അവസാനിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ജനങ്ങൾ കയർക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നപ്പോൾ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്നും അദ്ദേഹം സഭയിൽ പറയുകയുണ്ടായി. എന്തായാലും മറ്റ് കേൾപ്പിച്ചതുപോലെ മറ്റ് ആക്ഷേപങ്ങളിലേക്കൊന്നും മന്ത്രി കടന്നിട്ടില്ല. എന്തായാലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാവ് ഒക്കെ സംസാരിക്കും. അതിൽ കൂടുതൽ സൂചിപ്പിച്ചതുപോലെയുള്ള വിമർശനങ്ങൾ ഒക്കെ പ്രതിപക്ഷം ഉന്നയിക്കാനാണ് സാധ്യത. വയനാട്ടിലെ വന്യജീവി ആക്രമണം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്.